മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ അറസ്റ്റിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. ആദ്യ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ രഞ്ജിത പുളിക്കൻ നിലവിൽ ജാമ്യത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എങ്ങനെയാണ് ഈ ഒരു നടപടി ഉണ്ടാകുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസ് ഉണ്ടാകുന്നത് മുതൽ തന്നെ അതിജീവിതയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, അതിജീവിതയുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുകയും അതിജീവിതയെ അധിക്ഷേപിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ മഹിളാ കോൺഗ്രസ് നേതാവിനെതിരായിട്ട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. രണ്ട് ജാമ്യമില്ലാ കേസുകൾ ഇവർക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ആദ്യത്തെ കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. രണ്ടാമത്തെ കേസിലടക്കം ഇവർ പിന്നീട് ഒളിവിലേക്ക് മാറുകയായിരുന്നു. തുടർന്ന് ഒളിവിലിരുന്നു കൊണ്ടും ഇവർ അതിജീവിതക്കെതിരായിട്ട് ഫേസ്ബുക്കിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു രഞ്ജിത പുളിക്കൽ. തുടർന്ന് സൈബർ പോലീസ് അല്പസമയം മുമ്പ് കോട്ടയത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. കോട്ടയത്ത് ഒരു ബന്ധു വീട്ടിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഇവർ. തുടർന്ന് എന്തായാലും സൈബർ പോലീസ് അവിടെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവരുടെ ബാക്കി തുടർ നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകും. കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.